ഫസ്റ്റ് വൺ, റെസ്പെക്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. ട്രൂത്ത്. നിങ്ങൾ സ്വയം നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ മറ്റൊരാളും നിങ്ങളെ ബഹുമാനിക്കില്ല. സോ നിങ്ങൾ സ്വയം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനും അംഗീകരിക്കാനും ശ്രമിക്കുക. സോ നിങ്ങൾ അത്തരത്തിൽ സ്വയം റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ പിന്നെ മറ്റൊരാൾ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ ഒരിക്കലും വേദനിക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം തേടുന്നത് നിർത്തുക. സോ മറ്റാരുടെയോ അംഗീകാരത്തിൻ്റെയോ ഭംഗിവാക്കുകളുടെയോ ആവശ്യം നമുക്കില്ലെന്ന് മനസ്സിലാക്കുക. വളരെ നല്ലവനാകുന്നതും ആളുകളെ നിങ്ങളുടെ മേൽ നടക്കാൻ അനുവദിക്കുന്നതും നിർത്തുക. സോ എല്ലാത്തിനും അതിൻ്റേതായ ബാലൻസിങ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അമിതമായി നല്ലവനാകാൻ ശ്രമിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം തൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തൻ്റെ തീരുമാനങ്ങളുമെല്ലാം ഉപേക്ഷിക്കുന്നതും സ്വയം താഴ്ന്നു കൊടുക്കുന്നതും നിർത്തുക. സോ പലപ്പോഴും നിങ്ങൾ നന്മയെന്ന് കരുതി ചെയ്യുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ ഞാൻ നല്ലവനാണെന്ന് കരുതാൻ വേണ്ടി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കിടയിൽ നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുന്ന, നിങ്ങളെ ഒരു വീക്ക് പേഴ്സണാക്കി മാറ്റുന്ന കാര്യങ്ങളോ ആയിരിക്കാം. സോ ഈ സത്യത്തെ മനസ്സിലാക്കുക. ഉള്ളിൽ നിങ്ങൾക്ക് ഉറപ്പില്ലെന്ന് തോന്നിയാലും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക. അതായത് ഒരു രാജാവ് ഒരു മുറിയിലേക്ക് കടന്നു വരുന്നതായി സങ്കല്പിക്കുക. അദ്ദേഹം ബഹുമാനത്തിനായി യാചിക്കാറുണ്ടോ? ഇല്ല. അദ്ദേഹം അധികാരത്തോടെയും ആത്മവിശ്വാസത്തോടെയും നീങ്ങുന്നു. സോ നിങ്ങളും ഇത്തരത്തിൽ ഒരു പേഴ്സണാലിറ്റി സ്വയം ഇമാജിൻ ചെയ്തെടുക്കുക. സ്വയം നമ്മളെ തന്നെ അത്തരത്തിലൊരു പൊസിഷനിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. സോ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വാല്യൂ നൽകുന്നില്ലെങ്കിൽ പിന്നീട് ഈ ലോകത്ത് ആരും തന്നെ നിങ്ങൾക്ക് വാല്യൂവോ റെസ്പെക്റ്റോ നൽകാൻ പോകുന്നില്ല. സെക്കൻഡ്, സെറ്റ് ബൗണ്ടറീസ്. ട്രൂത്ത്. ആളുകൾക്ക് എത്രത്തോളം പോകാൻ കഴിയുമെന്ന് കാണാൻ അവർ നിങ്ങളെ പരീക്ഷിക്കുന്നു. നിങ്ങൾ അപമാനങ്ങൾ അനുവദിച്ചാൽ അവർ തുടരും. സോ എല്ലാ മനുഷ്യരും ഓട്ടോമാറ്റിക്കായി എല്ലാവരോടും ചെയ്യുന്ന കാര്യമാണിത്. സോ എത്രത്തോളം അവർക്ക് നിങ്ങളെ അപമാനിക്കാനും യൂസ് ചെയ്യാനും സാധിക്കുമോ അത്രത്തോളം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ നമ്മളെല്ലാവരും തന്നെ ഇത് ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഒന്നായിരിക്കും. സോ നിങ്ങൾ എത്രത്തോളം താഴ്ന്നു കൊടുക്കുന്നുവോ അത്രത്തോളം ആളുകൾ നിങ്ങൾക്ക് മേലെ ചവിട്ടി കയറാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ നിങ്ങൾ എപ്പോൾ നോ എന്ന് പറയുന്നുവോ അതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. സോ മറ്റുള്ളവരിൽ നിന്നും അപമാനങ്ങൾ, പരിഹാസങ്ങൾ ഇതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ശീലം ഒഴിവാക്കുക. ബിക്കോസ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ പെരുമാറ്റം മറ്റുള്ളവർക്ക് നിങ്ങളോട് കൂടുതൽ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യാനായി ആഗ്രഹം വർദ്ധിപ്പിച്ചേക്കാം. ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ വൈകാരികമായി പ്രതികരിക്കരുത്. ശാന്തത പാലിക്കുക, പക്ഷെ ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ ശബ്ദത്തിൻ്റെ ടോൺ ഇതെല്ലാം തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ എത്തരത്തിലുള്ള വ്യക്തിയാണെന്ന ഇൻഫോർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ സ്വയം ഉറച്ചു നിൽക്കുക. എനിക്കിത്തരത്തിലുള്ള ഇൻസൾട്ട്സ് സഹിക്കാൻ കഴിയില്ല, നിങ്ങൾ തുടർന്നാൽ ഞാൻ ഈ സംഭാഷണം ആസ്വദിക്കില്ല എന്ന രീതിയിൽ പറയുക. ദെൻ നിങ്ങളോട് മോശമായി പെരുമാറുന്ന ആളുകളിൽ നിന്ന് മാറി നിൽക്കുക, അകന്നു പോവുക. സോ ഒരു നായ നിങ്ങളെ നോക്കി കുരച്ചുകൊണ്ടേയിരിക്കുകയും നിങ്ങൾ അതിന് ശ്രദ്ധ നൽകുകയും ചെയ്താൽ അത് കുരച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളത് അവഗണിക്കുകയും ആത്മവിശ്വാസത്തോടെ നടക്കുകയും ചെയ്താൽ അത് നിർത്തും. തേർഡ്, സ്പീക്ക് ലെസ്, ഒബ്സേർവ് മോർ. ട്രൂത്ത്. ശക്തരായ ആളുകൾ അധികം സംസാരിക്കില്ല. അവർ അവരുടെ പ്രവൃത്തികൾ സംസാരിക്കാൻ അനുവദിക്കുന്നു. സോ നിങ്ങൾക്ക് അമിതമായി സംസാരിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കുക. ബിക്കോസ് പല ആളുകളും അമിതമായി സംസാരിക്കുന്നത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കുകയും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, വീക്ക്നെസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കാറുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ഇത് അവർക്ക് തന്നെ വിനയായി വന്നേക്കാം. അതുപോലെ അനാവശ്യമായി സംസാരിക്കുന്ന രീതി മറ്റുള്ളവർക്കിടയിൽ നിങ്ങളെ ഒരു ബോറിംഗ് പേഴ്സണാക്കി മാറ്റുകയും ചെയ്യും. സ്വയം വളരെയധികം വിശദീകരിക്കുന്നത് ഒഴിവാക്കുക. സാവധാനത്തിലും വ്യക്തമായും സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു മുറിയിലിരിക്കുന്ന ഒരു ലീഡറിനെ കുറിച്ച് ചിന്തിക്കുക. അവർ ബഹുമാനത്തിനായി നിലവിളിക്കുന്നില്ല, അവർ അവരുടെ സാന്നിധ്യം കൊണ്ട് അത് ആജ്ഞാപിക്കുന്നു. ഫോർത്ത്, ലെവൽ അപ്പ് യുവർ പ്രസൻസ്. ട്രൂത്ത്. ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റർ. നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നു. നിങ്ങളുടെ നെഞ്ചു വിടർത്തി തോളുകൾ പിന്നിലേക്കാക്കി നിവർന്നു നിൽക്കുക. സംസാരിക്കുമ്പോൾ ആളുകളുടെ കണ്ണിലേക്ക് നോക്കുക. ഡ്രസ് വെൽ,
ക്ലീൻ ആൻഡ് ഷാർപ്പ്. ആഴത്തിലുള്ളതും ശാന്തവുമായ ശബ്ദത്തിൽ സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, സക്സസ്ഫുള്ളായ പുരുഷന്മാർ വസ്ത്രം ധരിക്കുന്നതും ചലിക്കുന്നതും എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഷാർപ്പായി കാണപ്പെടുന്നു, ലക്ഷ്യബോധത്തോടെ നടക്കുന്നു, അവരുടെ ഇടം നിയന്ത്രിക്കുന്നു. ഫിഫ്ത്ത്, സ്റ്റോപ്പ് ബീങ് അവൈലബിൾ ടു എവരി വൺ. ട്രൂത്ത്. വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാവുന്ന കാര്യങ്ങളെ ആളുകൾ ബഹുമാനിക്കുന്നില്ല. സോ ഇതൊരു സിമ്പിളായ കാര്യമാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നതും വളരെ വേഗത്തിൽ ആക്സസ് ചെയ്യാവുന്നതായ ഒരു കാര്യത്തിനും നമ്മൾ വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. സോ നേരെ മറിച്ച് നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത, പെട്ടെന്ന് ലഭിക്കാത്ത എന്തിനോടും നമുക്ക് വല്ലാത്ത ആഗ്രഹം അല്ലെങ്കിൽ വാല്യുബിളായി നമുക്കത് തോന്നും. ഇതെല്ലാത്തിനോടും അങ്ങനെയാണ്. സോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളോടും ഇത്തരത്തിലാണ് നമ്മൾ പെരുമാറുന്നത്. സോ നമ്മളും ഇത്തരത്തിൽ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും അവൈലബിൾ ആയിരിക്കുന്നതും എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുമായി മാറരുത്. സോ വളരെ നല്ലവരോ എപ്പോഴും ലഭ്യമാകുന്നവരോ ആകരുത്. ആളുകളെ നിങ്ങളുടെ ശ്രദ്ധയും സമയവും നേടാൻ പ്രേരിപ്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ തിരക്കിലായിരിക്കുക. ഫോർ എക്സാമ്പിൾ, ഏറ്റവും ആദരണീയരായ ആളുകളാണ് എത്തിച്ചേരാൻ ഏറ്റവും പ്രയാസമുള്ളത്. സോ നിങ്ങൾ നിങ്ങളുടെ സമയത്തിനും നിങ്ങൾക്കും വാല്യൂ നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തിനും നിങ്ങൾക്കുമായി മറ്റുള്ളവർ ഒരുപാട് വാല്യൂ നൽകേണ്ടി വരും. സോ ഇത് തന്നെയാണ് മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വാല്യൂ, റെസ്പെക്റ്റായി മാറുന്നത്. പകരം നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ വളരെ ചീപ്പായിട്ടുള്ളതും അവർക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്നതും ഒഴിവാക്കാവുന്നതുമായ ഒന്നായി മാറും. സിക്സ്ത്, ബിക്കം ഗുഡ് അറ്റ് സംതിങ്. സ്കിൽ ഈക്വൽ ടു പവർ. ട്രൂത്ത്. എന്തെങ്കിലും കാര്യങ്ങളിൽ സ്കിൽഡ് ആയിട്ടുള്ളവരെയോ വിജയിച്ചവരെയോ ആളുകൾ ബഹുമാനിക്കുന്നു. സോ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ കഴിവുകളെ ഇഷ്ടപ്പെടുകയും അത്തരത്തിൽ കഴിവുകളുള്ള ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നവരാണ്. സോ ഒരാളുടെ കഴിവുകളാണ് അവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നതും കൂടുതൽ അറ്റൻഷനും റെസ്പെക്റ്റും അവരിലേക്ക് എത്തിക്കുന്നതും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സ്കിൽഡ് ആയിരിക്കാനായി ശ്രമിക്കുക. സോ ഇത് നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ കൂടുതൽ വാല്യുബിളും റെസ്പെക്റ്റബിളുമാക്കി മാറ്റും. നിങ്ങളെ വിലപ്പെട്ടവരാക്കുന്ന ഒരു കഴിവ് പഠിക്കുക. ആളുകൾ സഹായത്തിനായി നിങ്ങളുടെ അടുക്കൽ വരുന്ന ഒരു കാര്യത്തിൽ വളരെ മിടുക്കനായിരിക്കുക. നിങ്ങളുടെ വിജയം സ്വാഭാവികമായും ബഹുമാനത്തെ ആകർഷിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ബിസിനസ്, ഫിറ്റ്നസ്, മ്യൂസിക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്കിൽസിൽ നിങ്ങൾ മികച്ച ആളാണെങ്കിൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. സെവൻത്ത്, കൺട്രോൾ യുവർ ഇമോഷൻസ്, നെവർ ലുക്ക് വീക്ക്. ട്രൂത്ത്. സമ്മർദ്ദത്തിൽ ശാന്തത പാലിക്കുന്നവരെ ആളുകൾ ബഹുമാനിക്കുന്നു. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിക്കരുത്. മിസ്റ്റീരിയസ് ആയിട്ടുള്ള, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മനോഭാവം നിലനിർത്തുക. ശാന്തതയോടെയും സമാഹരിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചും ശക്തി കാണിക്കുക. സോ ലൈഫിൽ പല സിറ്റുവേഷൻസും വന്നേക്കാം. സോ ഇത്തരം സാഹചര്യങ്ങളിൽ ഇമോഷണലായി ബിഹേവ് ചെയ്യുന്നത് നിങ്ങളെ ഒരു വീക്കായ പേഴ്സണാക്കി മാറ്റും. സോ ഏതൊരു സാഹചര്യങ്ങളെയും മനസ്സിലാക്കാനും അത്തരം സാഹചര്യങ്ങളിൽ ശാന്തമായി ബിഹേവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളെ കൂടുതൽ പവർഫുള്ളായി, കൂടുതൽ കോൺഫിഡൻ്റായി ഫീൽ ചെയ്യിക്കും. അത് മാത്രമല്ല, എല്ലാ സാഹചര്യങ്ങളെയും വളരെ വ്യക്തമായി മനസ്സിലാക്കാനും അത്തരം സാഹചര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനും നമ്മുടെ ശാന്തത അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോൾ നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ ദേഷ്യപ്പെടുകയോ പ്രതിരോധിക്കുകയോ ചെയ്യരുത്. പുഞ്ചിരിക്കുക, കോൺഫിഡൻ്റായി അവരെ നോക്കുക, അകന്നു പോകുക. അതാണ് ശക്തി. എയ്ത്ത്, കട്ട് ഓഫ് ടോക്സിക് പീപ്പിൾ, ദേ ഡ്രെയിൻ യുവർ പവർ. ട്രൂത്ത്. നെഗറ്റീവായിട്ടുള്ള, ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ആളുകളുമായി ഇടപഴകുന്നതും അവർക്കിടയിൽ നിലനിൽക്കുന്നതും നിങ്ങളുടെ വാല്യൂ കുറയ്ക്കാനും നിങ്ങളുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്താനും കാരണമാകും. സോ നിങ്ങൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും എത്രത്തോളം ടാലൻ്റ് ഉണ്ടെങ്കിലും നെഗറ്റീവായ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ആളുകൾക്കിടയിൽ നിൽക്കുകയാണെങ്കിൽ സ്വയം നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള വാല്യൂ കുറയാനും നിങ്ങളൊന്നിനും കൊള്ളാത്ത, യാതൊരു കഴിവുമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കഴിവുകളൊന്നും തന്നെ മികച്ചതല്ലെന്ന ഫീലായിരിക്കും നിങ്ങൾക്കുണ്ടായിരിക്കുക. സോ നിങ്ങളുടെ വാല്യൂ നിങ്ങളെ അംഗീകരിക്കുന്ന, മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കൂ. സോ അത്തരത്തിലൊരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്തവർക്കിടയിൽ നിൽക്കുന്നത് സ്വയം നിങ്ങളുടെ വാല്യൂ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. സോ നിങ്ങളെ അപമാനിക്കുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യുന്ന കൂട്ടുകെട്ട് ഒഴിവാക്കുക. നിങ്ങളെ ഉയർത്തുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന
ആളുകളുമായി സമയം ചിലവഴിക്കുക. സോ ബഹുമാനം നിർബന്ധിക്കരുത്. ആരെങ്കിലും നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അകന്നു പോവുക. ഫോർ എക്സാമ്പിൾ, ഒരു സിംഹം ആടുകളെ ആകർഷിക്കാൻ ശ്രമിക്കില്ല. അത് സ്വന്തം ഇനത്തോടൊപ്പം നടക്കുന്നു. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു.